ചരിത്രം പലപ്പോഴും ആയുധങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. എന്നാൽ ചില ചരിത്രങ്ങൾ എഴുതപ്പെട്ടത് ഒരു കഷ്ണം അപ്പവും ഒരു ഗ്ലാസ് പാലും കൊണ്ടാണ്. 1960കളുടെ ഒടുവിൽ അമേരിക്കയുടെ വംശീയ മതിലുകളെ വിറപ്പിച്ചത് തോക്കുകളായിരുന്നില്ല, മറിച്ച് വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകിയ ആ സൗജന്യ പ്രഭാത ഭക്ഷണമായിരുന്നു. അതിന്റെ ശില്പി 21ാം വയസ്സിൽ ലോകത്തെ വിറപ്പിച്ച ആ യുവാവ് ഫ്രെഡ് ഹാംപ്റ്റൺ. ചിക്കാഗോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വളർന്ന ഫ്രെഡ് വെറുമൊരു പ്രക്ഷോഭകാരിയായിരുന്നില്ല. കൗമാരപ്രായത്തിൽ തന്നെ NAACP അഥവാ നാഷണൽ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് കളേർഡ് പീപ്പിളിലൂടെ 5000-ലധികം യുവാക്കളെ അദ്ദേഹം ഒന്നിപ്പിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കേവലം കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, അത് ദരിദ്രന്റെ രാഷ്ട്രീയമായിരുന്നു. റെയിൻബോ കോalition എന്ന പേരിൽ ബ്ലാക്ക് പാന്തേഴ്സിനെയും പാവപ്പെട്ട വെളുത്ത വർഗ്ഗക്കാരെയും പോർട്ടോറിക്കൻ വംശജരെയും അദ്ദേഹം ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നു. ശത്രുക്കൾക്ക് ഭയം തുടങ്ങിയത് അവിടെയാണ്. കാരണം ഭരിക്കപ്പെടുന്നവർ ഒന്നിക്കുന്നത് ഭരണാധികാരികൾക്ക് എപ്പോഴും ഭീഷണിയാണ്. ചിക്കാഗോയുടെ തെരുവുകളിൽ വിശക്കുന്ന വയറുകളുമായി സ്കൂളിലേക്ക് പോയിരുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ടായിരുന്നു. അവർക്കായി 1969 ജനുവരിയിൽ ചിക്കാഗോയിലെ സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വെച്ച് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ചിൽഡ്രൻ പദ്ധതിക്ക് ഫ്രെഡ് തുടക്കം കുറിച്ചു. 10,000-കണക്കിന് കുട്ടികളാണ് ദിവസവും അവിടെ ഭക്ഷണം കഴിച്ചത്. എന്തായിരുന്നു ഇതിലെ രാഷ്ട്രീയം? വിശക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനാവില്ലെന്ന് ഫ്രെഡ് തിരിച്ചറിഞ്ഞു. ഭരണകൂടം പരാജയപ്പെട്ടിടത്ത് ഒരു വിപ്ലവ പ്രസ്ഥാനം വിജയിക്കുന്നത് കണ്ടപ്പോൾ FBI വിറച്ചു. അവർ ഈ കാരുണ്യ പ്രവൃത്തിയെ പോലും കമ്മ്യൂണിസ്റ്റ് ഭീഷണി എന്ന് വിളിച്ചു. ഭക്ഷണം നൽകുന്നത് പോലും രാജ്യദ്രോഹമായി കാണപ്പെട്ട കാലമായിരുന്നു അത്. 1969 ഡിസംബർ 4 പുലർച്ചെ 4:45 FBI-യുടെയും പോലീസിന്റെയും സംയുക്ത റെയ്ഡ്. ഉറങ്ങിക്കിടന്ന ഫ്രെഡ് ഹാംപ്റ്റനെ അവർ വെടിയുതിർത്ത് നിശബ്ദനാക്കി. തന്റെ 9 മാസം ഗർഭിണിയായ കാമുകിയുടെ അരികിൽ വെച്ച് ആ 21 വയസ്സുകാരൻ രക്തസാക്ഷിയായി. കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അതൊരു വെടിയേറ്റ മരണമായിരുന്നില്ല, അതൊരു വധശിക്ഷയായിരുന്നു. ഒരു വിപ്ലവകാരിയെ ഇല്ലാതാക്കിയാൽ വിപ്ലവം അവസാനിക്കുമെന്ന് അവർ കരുതി. പക്ഷേ അവർക്ക് തെറ്റി. ഇന്ന് അമേരിക്കയിലുടനീളം കുട്ടികൾക്ക് നൽകുന്ന സ്കൂൾ ലഞ്ച് പ്രോഗ്രാമുകളുടെ യഥാർത്ഥ പ്രചോദനം ഫ്രെഡ് ഹാംപ്റ്റൺ തുടങ്ങിവെച്ച ആ ചെറിയ വിരുന്നാണ്. അദ്ദേഹം പഠിപ്പിച്ചത് രാഷ്ട്രീയം എന്നാൽ അധികാരമല്ല, മറിച്ച് സഹജീവികളോടുള്ള കരുതലാണെന്നാണ്. അധികാരവർഗത്തിന്റെ വെടിയുണ്ടകൾക്ക് ഒരു ആശയത്തെയും തകർക്കാനാവില്ല എന്നതിന്റെ തെളിവാണ് ഫ്രെഡ് ഹാംപ്റ്റൺ എന്ന പേര്.